യുദ്ധായുധങ്ങൾ കഥകൾ മാറ്റിയെഴുതും. ചിലത് യുദ്ധത്തിന്റെ നിയമങ്ങളെ തന്നെ തിരുത്തും. ആധുനിക യുദ്ധരംഗങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ അതിശക്തമായ ഡ്രോൺ ഭീഷണികൾക്കും കൃത്യതയാർന്ന മിസൈൽ ആക്രമണങ്ങൾക്കും എങ്ങനെ മറുപടി നൽകുമെന്ന ചോദ്യത്തിന് സാങ്കേതികമായി ഏറ്റവും മികച്ച മറുപടിയാണ് ബ്രിട്ടൻ നൽകിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഡ്രാഗൺ ഫയർ ലേസർ ഡയറക്റ്റ് എനർജി ആയുധത്തിന്റെ വിജയകരമായ പരീക്ഷണമാണത്. സ്കോട്ട്ലൻഡിലെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഹൈബ്രിഡ് റേഞ്ചിൽ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ചരിത്രപരമായ പരീക്ഷണം പ്രതിരോധ രംഗത്ത് ഒരു പുതിയ യുഗത്തിന് തുടക്കമായി വിലയിരുത്തപ്പെടുന്നു. പരീക്ഷണത്തിൽ മണിക്കൂറിൽ 650 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഫോർമുല 1 റേസിംഗ് കാറിന്റെ ഇരട്ടി വേഗതയുള്ള ഡ്രോണിനെ വെറും നിമിഷങ്ങൾക്കകം ലേസർ കിരണം ഉപയോഗിച്ച് തകർക്കാൻ ഡ്രാഗൺ ഫയറിന് സാധിച്ചു. ഈ അവിശ്വസനീയമായ നേട്ടം ബ്രിട്ടനെ നാറ്റോയുടെ നവീകരണ മുന്നണിയിൽ എത്തിച്ചിരിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രി ലൂക്ക് പൊളാർഡ് വ്യക്തമാക്കിയതോടെ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഈ ലേസർ സാങ്കേതിക വിദ്യയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ഡ്രാഗൺ ഫയർ ലേസർ സംവിധാനം ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയം, MBDA ബ്രിട്ടൻ, ലിയനാർഡോ, ക്വിനെറ്റിക് എന്നീ പ്രമുഖ പ്രതിരോധ സ്ഥാപനങ്ങൾ ചേർന്നാണ് വികസിപ്പിച്ചത്. ഇത് അതിക്രമിച്ചു കയറുന്ന ഡ്രോണുകൾ, വ്യോമനിരീക്ഷണ ഉപകരണങ്ങൾ, ടാർഗറ്റഡ് മിസൈലുകൾ തുടങ്ങി നിരവധി ഭീഷണികളെ സെക്കൻഡുകൾ കൊണ്ടുതന്നെ അപ്രസിദ്ധമാക്കാൻ കഴിയുന്ന അത്യാധുനിക ആയുധമാണ്. പരമ്പരാഗത ആയുധങ്ങൾ പോലെ സ്ഫോടക വസ്തുക്കളോ മിസൈൽ വാർഹെഡുകളോ ഇതിൽ ഉപയോഗിക്കുന്നില്ല. പകരം ശക്തമായി ഒരു പ്രകാശകിരണം ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ച് അതിന്റെ ഘടനയെ ചൂടാക്കി തകർത്ത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലേസർ സംവിധാനം ഘടിപ്പിച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ടാർഗറ്റിലാണ്. ലക്ഷ്യത്തെ കൃത്യമായി കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇതിൽ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ഇലക്ട്രോ ഓപ്റ്റിക്കൽ ക്യാമറയും ഒരു ലോ പവർ ലേസർ സംവിധാനവുമുണ്ട്. ലിയനാർഡോ ഗ്രൂപ്പ് നിർമ്മിച്ച ബീം ഡയറക്ടർ സിസ്റ്റമാണ് ഈ ഉയർന്ന ശക്തിയുള്ള ലേസർ കിരണത്തെ കൃത്യതയോടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്. മാത്രമല്ല, 1 കിലോമീറ്റർ ദൂരത്ത് നിന്ന് 1 പൗണ്ട് നാണയത്തെ കൃത്യമായി ലക്ഷ്യമിടാനാകുമെന്നാണ് വികസിപ്പിച്ചവർ തന്നെ അവകാശപ്പെടുന്നത്. ഈ ആയുധത്തിന്റെ മറ്റൊരു വലിയ സവിശേഷത അതിന്റെ കുറഞ്ഞ ചിലവാണ്. മിസൈലുകൾക്ക് ലക്ഷക്കണക്കിന് പൗണ്ടുകൾ ചിലവഴിക്കേണ്ട സ്ഥാനത്ത് ഡ്രാഗൺ ഫയർ ഉപയോഗിക്കുന്ന ഒരു ലേസർ ഷോട്ടിന് ആവശ്യമുള്ള ചെലവ് വെറും $13 അഥവാ ഏകദേശം 1100 രൂപ മാത്രമാണ്. ഇത്തരമൊരു ശക്തമായ ലേസർ ആയുധത്തെ യുദ്ധരംഗത്ത് ഉപയോഗിക്കാൻ ബ്രിട്ടൻ ഇതിനകം തന്നെ വലിയ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 2027 മുതൽ റോയൽ നേവിയുടെ കപ്പലുകളിൽ ഡ്രാഗൺ ഫയർ ലേസർ സ്ഥാപിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം MBDA ബ്രിട്ടനുമായി $417 ബില്യൺ വിലമതിക്കുന്ന കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഈ ലേസർ സ്ഥാപിക്കുക ടൈപ്പ് 45 ഡിസ്ട്രോയർ എഞ്ചിനുകളിലാണ്. പിന്നീട് ടൈപ്പ് 26 ഫ്രിഗേറ്റുകളിലും സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട്. ഈ കപ്പലുകളിൽ നിലവിലുള്ള സാപ്സൺ റഡാർ സിസ്റ്റംസ് 400 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും കഴിവുള്ളതാണ്. ഭാവിയിൽ റോയൽ എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങളിലും ബ്രിട്ടീഷ് ആർമിയുടെ കവചിത വാഹനങ്ങളിലും ഈ ലേസർ സിസ്റ്റങ്ങൾ ഉൾപ്പെടുത്താനുള്ള പദ്ധതികളും നിലവിലുണ്ട്. എങ്കിലും ബ്രിട്ടന്റെ വലിയ നീക്കങ്ങൾ റഷ്യയുടെ നിലവിലുള്ള പ്രതിരോധ ശേഖരത്തിന്റെ വൈവിധ്യവും സൈനിക ശേഷിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു തുടക്കം മാത്രമാണെന്ന് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഡ്രാഗൺ ഫയർ ലേസർ ആയുധത്തിന്റെ വിജയകരമായ പരീക്ഷണം ബ്രിട്ടൻ യൂറോപ്പിലെ ആദ്യ ഹൈപവർ ലേസർ ആയുധ സിസ്റ്റം കൈവശമുള്ള രാജ്യമായി ഉയർത്തിക്കൊണ്ടു വന്നെങ്കിലും റഷ്യൻ പ്രതിരോധത്തിന്റെ ആഴവും പരപ്പും ഈ നേട്ടത്തെ ലഘൂകരിക്കുന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതെന്ന് വിലയിരുത്തപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യൻ പ്രതിരോധത്തിന്റെ ആണിക്കല്ലാണ്. ലേസർ സാങ്കേതിക വിദ്യയിലും റഷ്യ വലിയ മുന്നേറ്റങ്ങൾ നേടിയിട്ടുണ്ട്. റഷ്യ 2025 പൊസോക്ക് എന്ന പുതിയ ആന്റി ഡ്രോൺ ലേസർ പരീക്ഷിക്കുകയും പലപ്പോഴും യുക്രൈൻ യുദ്ധത്തിൽ ഡ്രോണുകളെ പ്രവർത്തനരഹിതമാക്കാൻ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷ്യത്തിൽ ഏതാനും സെക്കൻഡ് നേരത്തെ നേരിട്ടുള്ള ലേസർ പ്രയോഗത്തിലൂടെ ഡ്രോൺ ബാറ്ററിയെ നശിപ്പിക്കാൻ ഇതിന് കഴിയുമെന്നും ഇതൊരു പോർട്ടബിൾ സംവിധാനമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. S-400 ട്രയംഫ് പോലുള്ള ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് വിലയിരുത്തപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യൻ പ്രതിരോധത്തിന്റെ ആണിക്കല്ലാണ്. 400 കിലോമീറ്റർ വരെ അകലത്തിൽ നിന്നും ശത്രു സാന്നിധ്യം തിരിച്ചറിയാനും വിമാനങ്ങളെയും മിസൈലുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും തകർക്കാനും S-400 സാധിക്കും. കൂടാതെ ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ ശേഷി ഇല്ലാതാക്കാൻ രൂപകൽപ്പന ചെയ്ത പെരസ്വെറ്റ് ലേസർ സിസ്റ്റവും റഷ്യൻ ആയുധ ശേഖരത്തിലുണ്ട്. ഇസ്രായേൽ അയൺ ഭീം എന്ന ആന്റി മിസൈൽ ലേസർ വികസിപ്പിക്കുകയും അമേരിക്കൻ പെന്റഗൺ പ്രതിവർഷം $1 ബില്യൺ ഹീലിയോസ് പോലുള്ള ലേസർ സംവിധാനങ്ങൾക്കായി ചെലവഴിക്കുകയും ചെയ്യുമ്പോഴും റഷ്യയുടെ S-400, പൊസോക്ക്, പെരസ്വെറ്റ് തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾ ആഗോളതലത്തിൽ ഇപ്പോഴും
ഏറ്റവും മികച്ചവയുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. ഡ്രാഗൺ ഫയർ തീർച്ചയായും ഒരു സാങ്കേതിക വികസനമാണ്. പക്ഷേ അത് ലോകത്തിന്റെ ഭാവി യുദ്ധരംഗത്തെ പുനർനിർമ്മിക്കാൻ ശേഷിയുള്ള റഷ്യൻ ആയുധശേഷിക്ക് ഒരു വെല്ലുവിളിയല്ല, മറിച്ച് ഒരു പുതിയ തുടക്കം മാത്രമാണ്.